الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വളരെ പവിത്രമായ ഒരു മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്, ദുൽഹിജ്ജയിലേക്ക്. ദുൽഹിജ്ജയുടെ പ്രത്യേകത ഹജ്ജും നോമ്പും അതേപോലെ ബലിയും നമസ്കാരവും സ്വതക്കയും ഒക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു മാസമാണ് ദുൽഹിജ്ജ. പ്രത്യേകിച്ച് ആദ്യത്തെ 10 ദിനങ്ങൾ. അതിലേറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ബലിയർപ്പിക്കുക എന്നുള്ളത്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ, ഒരു മൻസക് എല്ലാ ഉമ്മത്തിനും അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. പല മതങ്ങളിലും പല രൂപത്തിലുള്ള ബലിയർപ്പിക്കൽ നിലനിൽക്കുന്നുണ്ട്. എന്തിനാണ് അത് നിയമമാക്കപ്പെട്ടിട്ടുള്ളത്? ലിയദ്കുറു സ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, തങ്ങൾക്ക് ഉപജീവനമായി കിട്ടിയ ആ കന്നുകാലി മൃഗങ്ങളുടെ കന്നുകാലി മൃഗങ്ങളെ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലിയറുക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു ബലി നിശ്ചയിച്ചിട്ടുള്ളത്. ഫൈലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹാണ്. ഫലഹു അസ്ലിമു വബശ്ശിരിൽ മുഖ്ബിതീൻ, അവൻ ഏകദൈവമാണ്, അതിനാൽ അവനെ മാത്രം നിങ്ങൾ കീഴ്പ്പെടുക. നബിയെ വിധേയർക്ക് അഥവാ വിനീത വിധേയർക്ക് സന്തോഷമറിയിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ബലിയറുക്കുക എന്നത് നമുക്ക് കിട്ടിയ കന്നുകാലി സമ്പത്തിന് നന്ദി പറയാനുള്ള സംഗതിയാണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, നബിയെ പറയുക, എൻ്റെ നമസ്കാരം, എൻ്റെ ബലികർമ്മം, എൻ്റെ ജീവിതം, മരണം എല്ലാം റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാകുന്നു. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅനാ അഫ്ളലുൽ മുസ്ലിമീൻ, ലാ ശരീക ലഹു, അവൻ്റെ പങ്കുകാരില്ല,
അള്ളാഹുവിനല്ലാതെ ആർക്ക് ബലിയർപ്പിച്ചാലും അത് പങ്കുചേർക്കലാണ്. വബിദാലിക ഉമിർതു, അതാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വാന അവ്വലുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽ ഞാൻ ആദ്യത്തേവരാണ് എന്ന് പ്രഖ്യാപിക്കണമെന്ന് അവിടെ നബിയോട് പറയുകയാണ്. ഇവിടെ നുസുക്കിന് നൽകിയ അർത്ഥം അറബ് എന്നാണ്. ഇസ്ലാമിൻ്റെ പല വിധത്തിലുള്ള ബലികളുണ്ട്. ഒന്ന് ഇബാദത്തായ അറിവുകൾ, മതം നിശ്ചയിച്ച നിഷ്കർഷിച്ച തന്നത് അള്ളാഹുവിന് വേണ്ടിയുള്ളത്. രണ്ട് ആദത്തായ അറിവുകൾ, ഭക്ഷണത്തിന് വേണ്ടി അതിഥികളെ സൽക്കരിക്കുന്നതിന് വേണ്ടി അറുക്കുന്ന അറിവുകൾ. മൂന്ന് നിഷിദ്ധമായ അറിവുകൾ അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തി കൊതിച്ചുകൊണ്ട് അത് ശിർക്കാണ്. മൂന്ന് തരത്തിലുള്ള അറിവുകളുണ്ട്. ഒന്ന് അള്ളാഹു കൽപ്പിച്ച ബലികർമ്മം പോലെയുള്ള സംഗതികൾ. രണ്ട് ആദത്തായ അറിവുകൾ, അത് ഭക്ഷണത്തിന് വേണ്ടിയാണ്. മൂന്ന് നിഷിദ്ധമായ അറിവുകൾ, അത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അവരുടെ തൃപ്തി കൊതിച്ചുകൊണ്ട് അറുക്കുന്നതാണ്, അത് ശിർക്കാണ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തിയവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൽഊനും മൻ ദബഹ ലിഗൈരില്ലാഹി, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ആർക്ക് വേണ്ടി അറിവ് നടത്തിയാലും ആ അറിവ് ശപിക്കപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം കൽപ്പിച്ച അറിവുകളാണ് ഉദൂഹിയത്ത്. അതേപോലെ ഹജ്ജിലെ അറിവുകൾ, പ്രായശ്ചിത്തവുമായി ബന്ധപ്പെട്ട അറിവുകൾ പറഞ്ഞിട്ടുണ്ട്. അഖീഖ അറുക്കുക തുടങ്ങിയതൊക്കെ ഇസ്ലാമിലെ കൽപ്പിക്കപ്പെട്ട അറിവുകളിൽപ്പെട്ടതാണ്. ഉളുഹിയ്യത്ത് എന്താണ്? പൂർവാഹിന വേളയിൽ ബലിയറുക്കുന്നതിനാണ് ഭാഷയിൽ ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്കുള്ള സാമീപ്യത്തിനായി പെരുന്നാൾ സുദിനം, ആട്, മാട്, ഒട്ടകം എന്നിവയിൽ ബലിയറുക്കപ്പെടുന്നതിനാണ് മതപരമായി ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം: അന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാ ബികബശൈനി അംലഖൈനി അഖ്റനൈനി ദബഹുമാ ബിയദിഹി വസമ്മാ വകബ്ബറ വവള റിജ്ലഹു അലാ സിഫാഹിഹിമാ, നിശ്ചയമായും തൂവെള്ള നിറമുള്ളതും കൊമ്പുള്ളതുമായ രണ്ട് മുട്ടനാടുകളെ അറുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളുഹിയ്യത്ത് നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൊണ്ട് അവയെ അറുക്കുകയും ബിസ്മി ചൊല്ലുകയും തക്ബീർ മുഴക്കുകയും അവയുടെ പിരടികളിൽ തൻ്റെ കാൽ വെക്കുകയും ചെയ്തു. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി മദീനത്തി 10 സിനീന യുലഖ, മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ച 10 വർഷവും ഉളുഹിയ്യത്ത് അറുത്തിട്ടുണ്ട്. ഉളുഹിയ്യത്ത് നിർബന്ധമാണോ? രണ്ട് അഭിപ്രായങ്ങൾ കാണാം. ഒരു വിഭാഗം പണ്ഡിതന്മാർ അത് വാജിബാണ് എന്ന് പറയുന്നു. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ അത് പ്രബലമായ സുന്നത്താണ് എന്ന് വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഉളുഹിയ്യത്ത് അറുക്കാനുള്ള പ്രോത്സാഹനം ധാരാളമായി കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു സിരീനിൽ നിന്ന് അദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഉളുഹിയ്യത്ത് കർമ്മം നിർബന്ധമാണോ? അദ്ദേഹം പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരും മുസ്ലിങ്ങളും നിർവഹിച്ചു വന്ന ഒരു ചര്യ ഇന്നും തുടർന്നു പോരുന്നു എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഉളുഹിയ്യത്ത് അറുക്കാൻ കഴിയുന്നവർ നിർബന്ധമായും അറുക്കണം, അല്ലാത്തവൻ്റെ മേലിൽ കുറ്റമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് ഇപ്രകാരമാണ്, അതിൻ്റെ പ്രാധാന്യം പറഞ്ഞ ഹദീസ്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ വജദ സഅതൻ ലിഅൻ യുലഖ ഫലം യുലഖി ഫല യഹ്ളുറ മുസല്ലാന, ഒരു ആൾക്ക് ഉളുഹിയ്യത്ത് അറുക്കാൻ കഴിവുണ്ട്, ആ കഴിവുള്ള ആൾ ഉളുഹിയ്യത്ത് അറുത്തിട്ടില്ലെങ്കിൽ അയാൾ ആ പെരുന്നാളിൻ്റെ മുസല്ലയിലേക്ക് അവിടെ ഹാജരാവരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആർത്തവകാരികൾ പോലും ഈദിൻ്റെ ദിനത്തിൽ ഈദ്ഗാഹുകളാണെങ്കിൽ അവിടെ വരണമെന്നും ആ ഖുതുബ ഉത്ബോധനം കേൾക്കണമെന്നും നിസ്കരിക്കേണ്ടതില്ലെന്നും പറയുന്നിടത്ത് ബലിയറുക്കുവാൻ കഴിവുണ്ടായിട്ടും ബലിയറുക്കാത്തവൻ ആ ഒരു നമസ്കാര സ്ഥലത്തേക്ക് വരേണ്ടതില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അറുക്കുവാൻ കഴിവുണ്ടായിട്ടും അറുക്കാത്തതിൻ്റെ ഗൗരവം അത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനെയാണ് അറുക്കേണ്ടത്? ഒട്ടകം, ആട്, മാടി എന്നിവയാണ് അറുക്കേണ്ടത്.
ഓരോ വ്യക്തിക്കും അയാളുടെ കുടുംബത്തിനും ഒരാട് അറുത്താൽ മതിയാവും. ഒരു വീട്ടിലെ എല്ലാവരും ബലിയറുക്കണമെന്നില്ല. താമസിക്കുന്ന ഒരു വീട്ടിൽ 2 വ്യക്തികളുണ്ടെങ്കിൽ 2 വ്യക്തികളും അറുക്കണമെന്നില്ല. അവിടെ ആരെങ്കിലും ഒരാൾ ഉളുഹിയ്യത്തിൽ പങ്കുചേർന്നാൽ മതി. അഥവാ കുടുംബത്തിന് വേണ്ടിയാണ് ഉളുഹിയ്യത്തിൽ പങ്കുചേരുന്നത്. കാന റജുലു ഫി അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുലഖ്ക ബിശാത്തിൻ അൻഹു വഅൻ അഹ്ലി ബൈതിഹി ഫയഖുലൂന വയുത്ഇമൂൻ. അല്ലാഹുവിന്റെ തിരുദൂതരുടെ കാലത്ത് ഒരു വ്യക്തി അയാൾക്കും അയാളുടെ കുടുംബത്തിനും വേണ്ടി ഒരാളിനെ ബലി നൽകുമായിരുന്നു. അങ്ങനെ അവർ ഭക്ഷിക്കുകയും അവർ ഭക്ഷിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഒട്ടകത്തിലും മാടിലും പങ്കുചേർന്നറുക്കാം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, നഹർനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാമ ഹുദൈബിയ അൽ ബദനതൻ സബഅതൻ വൽ ബഖറതൻ സബഅതൻ. ഞങ്ങൾ തിരുദൂതരോടൊപ്പം ഹുദൈബിയ സന്ധിയുടെ വർഷം 7 പേർക്കൊരൊട്ടകത്തെയും 7 പേർക്കൊരു പശുവിനെയും അറുത്തിരുന്നു. അറുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒട്ടകത്തിന് 5 വയസ്സ് പൂർത്തിയാവണം. മാടാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാകണം. കോലാടാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയാകണം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ തദ്ബഹു ഇല്ലാ മുസിന്നതൻ ഇല്ലാ അൻ യഅസുറ അലൈഹിം വതദ്ബഹു ജദഅതും മിനല്ലാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മുസിന്നയെ അല്ലാതെ അറുക്കരുത്. നിങ്ങൾക്ക് ഞെരുക്കം നേരിട്ട് അത് കിട്ടാതിരുന്നാലല്ലാതെ. അങ്ങനെയായാൽ നിങ്ങൾ ചെമ്മരിയാടിൽ നിന്നുള്ള ഒരു ജദഅയെ ബലിയറുക്കുക. മുസന്ന എന്നാൽ ഒട്ടകത്തിന് 5 വയസ്സ് തികഞ്ഞതും പശുവിന് 2 വയസ്സ് തികഞ്ഞതും കോലാടിൽ 1 വയസ്സ് തികഞ്ഞതുമാണ്. മുസിന്നക്ക് സരിയ എന്നും പറയപ്പെടുന്നു. ചെമ്മരിയാടാണെങ്കിൽ അതിൽ ജദഅ ഷർത്താക്കപ്പെടും. 6 മാസം തികഞ്ഞതാണ് ജദഇ എന്ന് പറയുന്നത്. നിവേദനം, അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു, യാ റസൂലുള്ളാഹ്, ഇന്നഹു അസാബനി ജദഉൻ ഫഖാല ളഹ ബിഹി. അല്ലാഹുവിന്റെ തിരുദൂതരെ, എനിക്കൊരു ജദഅയാണ് ലഭിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെ ബലിയറുക്കുക. ന്യൂനതയിൽ നിന്നും ഒഴിവാകണം. ഇപ്പോൾ ഉരുവിനെ തിരയുന്ന സമയമാണ്. ഉരുവിനെ തിരയുമ്പോൾ നമ്മൾ ഉരുവിൻ്റെ വിലയല്ല കണക്കാക്കേണ്ടത്, അതിൻ്റെ വലുപ്പമല്ല കണക്കാക്കേണ്ടത്, മറിച്ച് ന്യൂനതയില്ലാത്തതായിരിക്കണമെന്ന നിബന്ധനയാണ് അതിനുള്ളത്. അതേപോലെ വയസ്സ് തികയണമെന്നും നിബന്ധനയുണ്ട്. മാംസം കുറയുവാൻ കാരണമാകുന്ന ന്യൂനതകളിൽ നിന്ന് ഒട്ടകം, മാട്, ആട് എന്നിവ സുരക്ഷിതരായിരിക്കണമെന്ന് ഉളുഹിയ്യത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ടതാണ്. അതിനാൽ മെലിഞ്ഞൊട്ടിയത്, മുടന്തുള്ളത്, കാഴ്ച നഷ്ടപ്പെട്ടത്, രോഗിയായത് എന്നിവ ഉളുഹിയ്യത്തറുക്കാൻ മതിയാവുകയില്ല. 4 കാലികൾ ഉളുഹിയ്യത്തിന് മതിയാവുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാഴ്ച പോയെന്ന് വ്യക്തമായത്, പ്രത്യക്ഷമായ രോഗമുള്ളത്, വ്യക്തമായി മുടന്തുള്ളത്, മെലിഞ്ഞ് മജ്ജ നശിച്ചത് എന്നിവയാണത്. എപ്പോൾ അറുക്കണമെന്നതാണ് അടുത്ത ചോദ്യം. എപ്പോൾ അറുക്കണം? ആടിനെ അറുക്കാം, മാടിനെ അറുക്കാം, ഒട്ടകത്തിനെ അറുക്കാം. എത്ര വയസ്സുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ എന്താണ് അതിൻ്റെ ഷർത്ത്? ന്യൂനതയില്ലാത്തതാണ് വേണ്ടത് എന്ന് പറഞ്ഞു. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, പെരുന്നാൾ നമസ്കരിച്ചവർക്ക് നമസ്കാര ശേഷം മുതലും പെരുന്നാൾ നമസ്കരിക്കാൻ സൗകര്യമില്ലാത്തവർക്ക് പെരുന്നാൾ സുദിനം സൂര്യൻ ഉദിച്ച് 2 റക്അത്തും 2 ഖുതുബകൾക്കും മതിയായ സമയം മുതലും ഉളുഹിയ്യത്ത് അറുക്കാൻ സാധിക്കുന്നതാണ്. ഒരു സ്ഥലത്ത്, ഒരു പ്രദേശത്ത് ഒരു കുടുംബം മാത്രമേയുള്ളൂ. അവർക്ക് പെരുന്നാൾ നമസ്കരിക്കാൻ സൗകര്യമില്ലെങ്കിലും അവർക്ക് ബലിയറുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണമെന്നാണ് ഈ ഒരു കാര്യത്തിലൂടെ പണ്ഡിതന്മാർ അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല സലാത്തനാ വനസക നുസ്കനാ ഫഖദ് അസാബ നുസ്ക മിൻ ദബഹ ഖബ്ല അൻ യുസല്ലി ഫൽയുഇദ് മകാനഹ ഉഖറ.
വല്ലവനും നമ്മുടെ നമസ്കാരം പോലെ നമസ്കരിക്കുകയും നമ്മുടെ ബലി പോലെ ബലി നൽകുകയും ചെയ്താൽ അവന്റെ ബലി സാധുവായി. വല്ലവനും നമസ്കാരത്തിന് മുമ്പ് ബലി നൽകിയാൽ അവൻ അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരെണ്ണത്തെ ബലിയറുക്കട്ടെ. അഥവാ നമസ്കാരത്തിന്റെ മുമ്പ് ബലിയറുക്കൽ പാടില്ല തന്നെ. അയ്യാമുത്ത ശരീക്ക് ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങളിൽ അവസാനത്തെ അസ്തമയം വരേക്കും ബലിയറുക്കാവുന്നതാണ്. 13-ാമത്തെ തീയതി അന്ന് വൈകുന്നേരം അസ്തമയത്തിന് മുമ്പ് ബലിയറുക്കാവുന്നതാണ്. നമ്മുടെ ഈ ദിവസം നാം ആദ്യമായി നമസ്കരിച്ചുകൊണ്ട് തന്നെ തുടങ്ങുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ശേഷം നാം മടങ്ങുകയും ബലിയറുക്കുകയും ചെയ്യുന്നു. വല്ലവനും ഇത് പ്രകാരം ചെയ്താൽ അവൻ നമ്മുടെ സുന്നത്ത് ലഭിച്ചു. വല്ലവനും അതിന് മുമ്പ് അറുത്താൽ അത് തൻ്റെ കുടുംബത്തിന് അവൻ സമർപ്പിക്കുന്ന മാംസം മാത്രമാണ്, അതൊരിക്കലും ബലിയാവുകയില്ല. ഇതിൻ്റെ വിതരണത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ബലിമൃഗത്തെ 3 ഭാഗമാക്കൽ സുന്നത്താകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ഹിയ്യത്തിന്റെ രീതിയെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ വന്ന ഹദീസ് ഇപ്രകാരമാണ്: യുത്ഇമു അഹ്ല ബൈതിഹി അത്തുലുതു വയുത്ഇമു ഫുഖറാഉ ഖൈറ ജീറാനി തുലുതു വയതസദ്ദഖു അല സുആരി ബിത്തുലുതു. അവൻ 1/3 തൻ്റെ കുടുംബത്തെ ഭക്ഷിപ്പിക്കുകയും 1/3 തൻ്റെ അയൽവാസികളിലെ അഗതികളെ ഭക്ഷിപ്പിക്കുകയും 1/3 ചോദിക്കുന്നവർക്ക് ദാനം നൽകുകയും ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബലി ഉദ്ദേശിക്കുന്നവൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ബലിയറുക്കുവാൻ ഉദ്ദേശിക്കുന്നവൻ അത് നൽകുന്നത് വരെ അവൻ്റെ മുടിയോ നഖമോ എടുക്കൽ നിഷിദ്ധമാകുന്നു. ദുൽഹജ്ജ് 1 മുതൽ അത് ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സമയം മുതൽ തന്നെ ശ്രദ്ധിക്കാനും പറ്റും. ബലി അറുക്കുന്നവരുടെ കുടുംബങ്ങൾ നഖമോ മുടിയോ എടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. ആരാണോ ബലിക്കു വേണ്ടി നിയ്യത്ത് വെച്ചത് അവൻ ഏറ്റവും ശ്രേഷ്ഠമായത് അവൻ നിയ്യത്ത് വെച്ച മുതൽ അവൻ്റെ നഖമോ മുടിയോ മുറിക്കാതിരിക്കുക എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഹജ്ജിലോ ഉംറയിലോ ഉള്ളവർ ആ കർമ്മങ്ങളുടെ ഭാഗമായി നഖമോ മുടിയോ എടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. മറിച്ച് ഹജ്ജിന്റെ ഭാഗമായി അല്ലെങ്കിൽ ബലി കഴിയുന്നത് വരെ നഖവും മുടിയും മുറിക്കാതിരിക്കുക എന്നത് ബലി നിയ്യത്താക്കപ്പെട്ട ആൾ ചെയ്യേണ്ട ഒരു ഷർത്താണെന്ന് മനസ്സിലാക്കണം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഹദീസ് ഇപ്രകാരമുണ്ട്: ഇദാ ദഖലത്തിൽ അശറു വഅറാദ അഹദുകും യുളഹ്കം ഫലാ യമസ്സ മിൻ ശഅരിഹി വലാ അദ്ഫാരിഹി ശൈഅൻ. ഒരാൾ ആ ദുൽഹജ്ജ് 10 പ്രവേശിക്കുകയും അവിടെ ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ അവൻ്റെ മുടിയെടുക്കേണ്ടതില്ല, അവൻ്റെ നഖം വെട്ടേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു കർമ്മം ചെയ്യുന്നതിലല്ല കാര്യം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്ന് ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ കാര്യമെന്ന് നാം മനസ്സിലാക്കുക. ഏതു കാര്യത്തിലും ബിദ്അത്ത് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആ ബിദ്അത്ത് വന്നു ചേരാതെ അത് ഏറ്റവും സുന്നത്താക്കപ്പെട്ട സുന്ദരമായ നിലയിൽ ചെയ്യണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ബലിയറുത്തത്, എങ്ങനെയാണ് നമസ്കരിച്ചത്, എങ്ങനെയാണ് നോമ്പ് നോറ്റത് എന്നതൊക്കെ കൃത്യമായി മനസ്സിലാക്കി ആ ഇത്തിബാഇനെ, ആ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ അതേപോലെ അനുധാവനം ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ബലിയറുക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇതിലേറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലെങ്കിൽ ഖുർആനിൽ തന്നെ ആയത്തിൽ പറഞ്ഞു, ഇതിൻ്റെ മാംസവും രക്തവുമല്ല, മറിച്ച് നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയാണ് അല്ലാഹുവിലേക്ക് എത്തപ്പെടുക. ഒരു ഉരുവിനെ അറുക്കുമ്പോൾ അതിൻ്റെ കഴുത്തിൽ കത്തിവെച്ച് ആ രക്തം അത് ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് അത് പ്രതിഫലമാക്കപ്പെടുകയും അല്ലാഹുവിലേക്ക് എത്തപ്പെടുകയും ചെയ്യുമെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിയ്യത്ത് നന്നാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്.
ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ദുഷിച്ച പ്രവണത വന്നു ചേർന്നിട്ടുള്ളത്. ഒരു 10 ഉരുവുണ്ടെങ്കിൽ 10 ആളും തൂക്കി നോക്കുകയും മത്സരിക്കുകയും എൻ്റെ ഒരു കാണാൻ ചന്തമുണ്ട്, എൻ്റെ ഉരുവിന് നല്ല തൂക്കമുണ്ട്, ഞങ്ങൾ ഇത്ര വിചാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ആ ചർച്ചയിലൂടെ മുന്നോട്ട് പോവുകയും ഇത് കബൂലാക്കുന്നതിനെ കുറിച്ചോ ഇതിൻ്റെ പുണ്യത്തെക്കുറിച്ചോ പുണ്യം സ്വീകരിക്കുന്നതിനെ കുറിച്ചോ മനസ്സിൽ ചിന്തിക്കാതെ അതിൻ്റെ വലുപ്പവും വണ്ണവും സൗന്ദര്യവും ഒക്കെ ആലോചിച്ചും ചിന്തിച്ചും അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. ഒരു കർമ്മം ചെയ്യുമ്പോൾ വളരെ വിനയാന്വിതരായി അത് അല്ലാഹു സ്വീകരിച്ച് തൃപ്തിപ്പെടണമെന്ന അങ്ങേയറ്റത്തെ ആശയോടുകൂടി ആ കാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. മറിച്ച് അതിൻ്റെ എണ്ണവും വലുപ്പവും നോക്കാതെ, അല്ലെങ്കിൽ അതിൻ്റെ വണ്ണവും ഇറച്ചിയുടെ തൂക്കവും നോക്കാതെ അത് കൃത്യമായി അതിൻ്റെ പ്രതിഫലം കിട്ടുന്നുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. രണ്ടാമത്തേത്, ഒരുവിനെ നേരത്തെ വാങ്ങി വെക്കും, ഒരുവിനെ നേരത്തെ കൊണ്ടുവരേണ്ടി വരും. കച്ചവടം ചെയ്താൽ പിന്നെ വിറ്റവന് ഉത്തരവാദിത്തമില്ല. അതിൻ്റെ ഉത്തരവാദിത്തം ശരിക്ക് വാങ്ങിയവനാണ്. ആ കന്നുകാലിയെ എങ്ങനെയാണോ അത് വളർത്തിയവൻ നോക്കിയത് അതേപോലെ നോക്കാൻ കഴിയില്ലെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കൂലി കൊടുത്ത് അയാളുടെ അടുത്ത് നിർത്തി അതിനെ നോക്കുന്ന ഒരവസ്ഥയുണ്ടാകണം. അതിനെ കൊണ്ടുവന്ന് ഉത്തരവാദിത്തമില്ലാതെ എവിടെയെങ്കിലും കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് അതിനെ പട്ടിണി കിടത്തുന്ന ഒരവസ്ഥയുണ്ടായാൽ അത് ഉളുഹിയ്യത്തിനെ ബാധിക്കുമോ ഇല്ലേ എന്ന് നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയുന്ന കാര്യമാണ്. ഒരുവിനെ കാരുണ്യത്തോടുകൂടി ശ്രദ്ധിക്കുകയും ഒരു 10 ദിവസമൊക്കെ അടുത്തു നിർത്തുകയും അതിനെ നോക്കിയിരുന്നവൻ നോക്കിയതിനേക്കാൾ കാരുണ്യത്തോടുകൂടി നോക്കുകയും അതിനോടൊരു ആത്മബന്ധമുണ്ടായിരിക്കുകയും അതിനെ അറുക്കുമ്പോഴുള്ള വിഷമമുണ്ടായിരിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് യഥാർത്ഥത്തിൽ വരണമെന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ആ രൂപത്തിലില്ലെങ്കിലും അതിനെ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിച്ച കന്നുകാലിയെ പ്രയാസപ്പെടുത്തുകയും അതിനാവശ്യമുള്ള സമയത്ത് വെള്ളം കിട്ടാതെ അതിനാവശ്യമുള്ള പുല്ല് കിട്ടാതെ അത് ബുദ്ധിമുട്ടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉളുഹിയ്യത്തിനെ അത് ബാധിക്കുമെന്ന് കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുക്കുമ്പോൾ ന്യൂനത പാടില്ല. തെരഞ്ഞെടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതേപോലെ അതിൻ്റെ പേരിൽ മേന്മ പറച്ചിൽ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. ആ രൂപത്തിൽ മുന്നോട്ട് പോകണം. ഈ സമയത്ത് അത് സജീവമായി ചർച്ച ചെയ്യേണ്ടതും ഈ ഒരു 5 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഉളുഹിയ്യത്ത് തീരുമാനമാക്കി അത് പൂർത്തിയാക്കി അതിൻ്റെ ഉരുവിനെ വാങ്ങി മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട സന്ദർഭത്തിലാണ് ഈ ഖുത്ബ പറയുന്നത്. അതിനനുസരിച്ച് ആ കാര്യത്തെ ഗൗരവത്തിലെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിൽ ഒരു 10-12 രൂപയുണ്ടെങ്കിൽ നമുക്ക് ഉളുഹിയ്യത്തറക്കാം. 7 പേർക്ക് ചേർന്ന് ഉളുഹിയ്യത്തറക്കാം. അങ്ങനെ നമുക്ക് കയ്യിൽ കാശുള്ള ആരൊക്കെയുണ്ടോ അവരൊക്കെ ഉളുഹിയ്യത്തറക്കുന്നത് അവർക്ക് വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് എന്ന് ആലോചിച്ച് ചിന്തിച്ച് അതിലേക്ക് മുന്നിട്ട് വരണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ നമസ്കാരത്തെയും നമ്മുടെ വലിയെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ മരണത്തെയും ഒക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ വലിയുടെ കൃത്യമായ പ്രതിഫലം കിട്ടുന്ന വലിയറുക്കുന്ന ആളുകളായി അല്ലാഹു തആല നമ്മളെ മാറ്റി തീർക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും നമ്മൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.